ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇലക്ട്രിക് സെയിങ് മെഷീനിൽ എങ്ങനെയാണ് ഓവർലോക്കിംഗ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓവർലോക്കിംഗ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത്, അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ, ലൂസ്നെസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയല്ല ചെയ്യേണ്ടത്. ഇതിൽ ടെൻഷൻ 5, അതുപോലെ തന്നെ ലൂസ്നെസ് 5, പിന്നെ സ്റ്റിച്ച് ലെങ്ത്ത് 1 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ പാറ്റേൺ നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിങ് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സിഗ്സാഗ് സ്റ്റിച്ചിങ് പാറ്റേൺ മൂന്നാമത്തെയാണ് വരുന്നത്. മൂന്നാമത്തെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീല് കറക്കിയിട്ട് 3 ആരോയിലേക്ക് ആകുന്ന വിധത്തിൽ കറക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. നോർമലി നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ടൊരു തുണി വെക്കുന്ന പോലെ തുണി വെക്കുക. ഇതിൻ്റെ അറ്റം ഞാൻ മടക്കിയിട്ടില്ല, മടക്കാതെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഓവർലോക്കിംഗ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആണ് ഓവർലോക്കിംഗ് ചെയ്താൽ. നമുക്ക് ഫ്രോക്കൊക്കെ ഓവർലോക്കിംഗ് ചെയ്താൽ നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. ഇത് ഞാൻ 2 ടൈപ്പായിട്ട് ചെയ്തതാണ്. അതായത് ഇതിൻ്റെ എഡ്ജ് ഒന്ന് മടക്കി വെച്ചിട്ട് ചെയ്തതാണ്. ഈ ഭാഗം നമ്മൾ മടക്കി തയ്ക്കില്ല, അതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ചെയ്തതാണ്. ഇതെന്ന് പറയുന്നത് മടക്കാതെ ജസ്റ്റ് ഒന്ന് ഓവർലോക്കിംഗ് ചെയ്തതാണ്. ഇത് അല്ലാണ്ട് അങ്ങോട്ട് ഫിനിഷിങ് വന്നിട്ടില്ല. മറ്റേതാവുമ്പോൾ നന്നായിട്ട് ഫിനിഷിങ് വരും. നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഇങ്ങനെ ഓവർലോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അടിച്ചത് ഒന്ന് കയറോ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ഇതിന് ബാധിക്കില്ല. നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് പോവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.